ഹലോ ഗെയ്സ്, ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊന്നാനിത്തെ സ്പെഷ്യൽ പലഹാരമായിട്ടാണ്. ബിണ്ടിലുവ എന്ന് പറയും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ബിണ്ടിലുവ എന്നാണ് പറയുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കിലോ ശർക്കര ഉരുക്കിയിട്ട് ആ പാനി നമ്മൾ ഉരുളിയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 250 ഗ്രാം അലുവ മുറിച്ചിട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അലുവ നന്നായിട്ട് അതിൽ അലിഞ്ഞ് പിടിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ 1.5 തേങ്ങ കൂടി അതിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിൽ വെള്ളം വറ്റണ വരെ ഒന്ന് ഇതാക്കി എടുക്കുക. അതിൻ്റെ കയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടണ പരുവാവണം. പിന്നെ നമ്മൾ അരി വറുത്ത് വെച്ചിട്ടുണ്ട്. അരി വറുക്കുക, എണ്ണയിൽ പൊരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ വറുത്തുകയാണ്. അപ്പോൾ ആ വറുത്ത അരി തേങ്ങ ഇങ്ങനെ പാകമായിട്ട് ഒരു ഒട്ടി പിടിക്കണ പരുവം വരും. നമ്മളെ കയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടി പിടിക്കണം. അപ്പോൾ ആ പരുവാകുമ്പോൾ ഈ അരി വറുത്തതും കൂടി അതിലിട്ട് കൊടുക്കുക. ഒരു നുള്ളി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അധികം ഇതാവാൻ നിൽക്കേണ്ട, പിന്നെ വല്ലാണ്ട് കട്ടായി പോവും. നമ്മളൊരു പാത്രത്തേക്ക് സെറ്റ് ചെയ്യുക. ഞാൻ 2 പാത്രത്തിൽ ഒരു എണ്ണയൊക്കെ പറ്റി സെറ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മൾ ബിണ്ടിലുവ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണതെന്ന് അറിയില്ല. അപ്പോൾ അത് കമൻറ്റായിട്ടൊന്ന് പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.